ഹായ്, എൻ്റെ പേര് അഭിനവ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ഇംഗ്ലീഷ് മീഡിയമാണ്. മൂന്നാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷനിലെ ടെക്സ്റ്റ് ബുക്സിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ പാഠം പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ കുറേ ക്വസ്റ്റ്യൻ കൊടുത്തില്ലേ, അങ്ങനെ കൊടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ലെക്ചേഴ്സിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടുണ്ടാവും. അതുപോലെ മലയാളം മീഡിയത്തിനും വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഈ ആൻസറൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നോക്കുന്നത് ചാപ്റ്റർ 3 മൂന്നാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷനിലുള്ള ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തത്, ഈ ഫിഗറൊക്കെ തന്നിട്ട് ഒരു 6 ഫിഗർ ഉണ്ട്. 6 ഫിഗറുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. മുന്നിലുള്ള ഫിഗർ നോക്കുക, ഇവിടെ തിരിച്ചു വന്നിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പരിപാടി. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഏകദേശം നമ്മുടെ ചാനലിപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാറായിട്ടുണ്ട്. നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുന്നുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയുക, പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചില ആളുകൾക്കൊക്കെ ഭയങ്കര ഹെൽപ്പാണെന്ന് അറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ചില കമൻറ്റൊക്കെ കാണുമ്പോൾ എന്താ ചുമ്മാ ആൻസർ ഇവിടുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതിനേക്കാളും സംഗതി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് കുറേ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര കേൾക്കുമ്പോൾ നല്ല ഒരു നമ്മൾ ഒരു പണിയെടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന പോലെ ഒരു ഫീലുണ്ട്. എന്തായാലും ഒരുപാട് സമയം പോക്കണ്ട. എന്നാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നേരിട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞു വെച്ചതാണ്. ഇവിടെയുള്ള ടേബിള് ഫോഴ്സ്, 2 ഫോഴ്സിൻ്റെ ഒന്നാമത്തെ കള്ളിയിൽ ഫോഴ്സ് എഴുതണം. രണ്ടാമത്തെ കള്ളിയിലും ഫോഴ്സ് തന്നെയാണ്. മൂന്നാമത്തെ കള്ളിയിലാണെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ്, എന്ന് വെച്ചാൽ 3 കള്ളിയിലും ഫോഴ്സ് തന്നെയാണ് എഴുതേണ്ടത്. ചിത്രം നോക്കുക. ചിത്രം നോക്കിയിട്ട് F1 F2 അതായത് ഫോഴ്സ് 1ഉം ഫോഴ്സ് 2ഉം കണ്ടുപിടിക്കുക. അതിവിടെ എഴുതുക. റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പരിപാടി വരുന്നത്. ശരി, ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, എന്തായാലും നോക്കാം, ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ഒന്നാമത്തെ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ റൈറ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, 150 ന്യൂട്ടൺ. അത് നമ്മൾ F1 ആയിട്ട് കൺസിഡർ ചെയ്യാം. F1നെ 150 ന്യൂട്ടൺ ആയിട്ട് നോക്കാം. ശരി, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ചിത്രം അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ് തീരുന്നത് വരെ റൈറ്റിലേക്കുള്ളതിനെല്ലാം പോസിറ്റീവായിട്ടും, റൈറ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് പോസിറ്റീവായിട്ടും ലെഫ്റ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനെ നെഗറ്റീവായിട്ടും വേണം കൺസിഡർ ചെയ്യാൻ. ലാസ്റ്റ് വരെ ഈ ഒരു സാധനം കയ്യിലുണ്ടാവണേ. ശരി, അപ്പോൾ ഇവിടെ F1 150 ആണ്. ഒന്നാമത്തെ ഫിഗറിൽ മാത്രമാണ് F1 150. അവിടെ F2 ഉണ്ടോ? F2 ഒന്നും അവിടെ കാണുന്നില്ല, ആകെ ഒറ്റ ഫോഴ്സേ കാണുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ F2 0 ആണെന്ന് പറയാം. റിസൾട്ടൻ്റ് ഫോഴ്സ് എഴുതണം. റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 + F2 ആണ്. F1 എന്ന് പറയുന്നത് 150 ന്യൂട്ടനാണ്. അതിൻ്റെ കൂടെ 0 ആഡ് ചെയ്യണം. 150 + 0 എന്ന് പറഞ്ഞാൽ 150 അറിഞ്ഞൂടാത്ത ആരുമില്ല. രണ്ടാമത്തതിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തതും കഴിഞ്ഞ് രണ്ടാമത്തതും കഴിഞ്ഞ്, രണ്ടാമത്തെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തേൽ 2 ഫോഴ്സ് ഉണ്ട്. റൈറ്റിലേക്ക് 150. അപ്പോൾ റൈറ്റിലേക്കുള്ള 150നെ നമ്മൾ പോസിറ്റീവ് 150 ആയിട്ട് തന്നെ എഴുതാം. ലെഫ്റ്റിലേക്ക് 120. ശ്രദ്ധിക്കണം, ലെഫ്റ്റിലേക്ക് 120 അല്ലേ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റിലേക്ക് എടുക്കുന്നതിനാ നിങ്ങൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ്, രണ്ടും എതിർ ദിശയിലാണ്, ഓപ്പോസിറ്റാണ്. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അല്ലേ ഉള്ളത്, ഓപ്പോസിറ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് നെഗറ്റീവ് സൈന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ഇതാ റിസൾട്ടൻ്റ് ഫോഴ്സ് വരുന്നത് 150 + -120. ഇങ്ങനെ വരുമ്പോൾ ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ നല്ലതായിരിക്കും. 150 + -120 എന്ന് പറഞ്ഞാൽ 150 - 120, 150 120 കുറയ്ക്കണം. അപ്പോൾ 30 എന്ന് വരും. പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ള സംശയമൊന്നും വേണ്ട, ഇവിടെ പ്ലസ് ആണ്. ഇനി നെക്സ്റ്റ് നാലാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞ പോലെ ഒറ്റ ഫോഴ്സേ കാണുന്നുള്ളൂ. അത് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ റൈറ്റിലേക്കുള്ളതിനല്ലേ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തത്, ലെഫ്റ്റിലേക്കുള്ളതിനാ മൈനസ് ആയിട്ട് നെഗറ്റീവായിട്ട് എടുക്കണം. ലെഫ്റ്റിലേക്കുള്ളത് ഇവിടെ 300 ന്യൂട്ടൺ അല്ലേ, അപ്പോൾ പറയാം ലെഫ്റ്റിലേക്കുള്ള F2 എന്ന് പറയുന്നത് -300 ന്യൂട്ടൺ ആയിട്ട് കൺസിഡർ ചെയ്യുക. അവിടെ F1 ഒന്നുമില്ല, F1ൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കാം. 0 വരുന്നില്ല, അവിടെ 0 ഉണ്ട് എന്നാ. ഓക്കെ, 0 ഉണ്ടേ. ശരി, ഇനി റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നോക്കാം. 0 + -300 എന്നുണ്ടാവും. 0 ഒന്ന് 300 കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ -300 എന്നാണ് നമ്മുടെ ആൻസർ വരാൻ വേണ്ടി പോകുന്നത്. -300. അടുത്ത ഫിഗർ, അഞ്ചാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ ഫിഗറിൽ നോക്കൂ, ഇവിടെയും ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, അതും ലെഫ്റ്റിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിലേക്കുള്ള 200നെ
ലെഫ്റ്റിലേക്കാണ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്കുള്ള 200നെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം, നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. -200 ആണ് ഇവിടുത്തെ F2. അതേസമയം ഇവിടെ F1 ഇല്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 0 + -200 = -200. ഇവിടെ എഴുതുന്നു -200. ലാസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിലോ ഇതും കഴിഞ്ഞു. ലാസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ റൈറ്റിലേക്ക് 200, ലെഫ്റ്റിലേക്കും 200 എന്ന് വെച്ചാൽ F1 200, F2 -200. F2 അല്ല നമ്മൾ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്തത്, അതുകൊണ്ടാണ് F2 -200. 200ഉം -200ഉം കൂടെ കൂട്ടിയാൽ 0 എന്നാണ് ആൻസർ വരിക, 0 ന്യൂട്ടൺ. ഇനി നേരെ ഇതിൻ്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഇൻ വിച്ച് ഓഫ് ദീസ് സിറ്റുവേഷൻസ് ഈസ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് 0? റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആകുന്ന 2 സിറ്റുവേഷനേ ഉള്ളൂ. അത് രണ്ടാമത്തെ സിറ്റുവേഷനും 6ാമത്തെ സിറ്റുവേഷനുമാണ്. അടുത്ത ചോദ്യം, വിച്ച് ആർ ദ സിറ്റുവേഷൻസ് വേർ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് നോട്ട് 0? 2ലും 6ലും ആണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആയതെങ്കിൽ ബാക്കിയുള്ള 1, 3, 5 എന്നൊക്കെ പറയുന്ന 1, 3, 4, 5 ഒക്കെ എന്താണ്? റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 അല്ലാത്ത കണ്ടീഷനാണ്. നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ട്, എന്നാലും 0 അല്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ 2ഉം 6ഉം ഒഴികെ ബാക്കിയുള്ളതൊക്കെ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 അല്ലാത്ത കണ്ടീഷനെയാണ് കാണിക്കുന്നത്. ലാസ്റ്റ് ചോദ്യം നോക്ക്, വിച്ച് ആർ ദ സിറ്റുവേഷൻസ് വേർ ദർ ഈസ് നോ മോഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ ഇവിടെ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഈ കാര്യം മനസ്സിലാക്കി വെച്ചോ. റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആയ സ്ഥലത്ത് ഒന്നും മോഷൻ ഉണ്ടാവില്ല. അതായത് രണ്ടാമത്തെയും 6ാമത്തെയും ഫിഗറിൽ തന്നെയാണ് നോ മോഷൻ വന്നിട്ടുള്ളത്. മോഷൻ ഇല്ലാത്ത ഫിഗർ 2ഉം 6ഉം ആണ്. അടുത്ത ചോദ്യം നോക്ക്, ഇൻ തഗ് ഓഫ് വാർ ഷോൺ ഇൻ ദി ഫിഗർ 3.1 എന്ന് പറയുന്നത് ഇതാ നമ്മുടെ ടെസ്റ്റിൻ്റെ ആദ്യമുള്ള ചിത്രം. ഈസ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദി റോപ്പ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്? ഇവിടെ ബാലൻസ്ഡ് ഫോഴ്സ് ആണോ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണോ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കമ്പവലിയാണ് പരിപാടി. കമ്പവലി നിങ്ങൾക്കറിയാം, കമ്പേൻ്റെ നടുവിലായിട്ട് ഒരു കയറൊക്കെ കെട്ടി, ഒരു ചുവന്ന നാടയൊക്കെ കെട്ടിയിട്ടുണ്ടാവും. ഇവിടെ ആ നാട നോക്കുമ്പോൾ, ആ റിബണ് നോക്കുമ്പോൾ ഗേൾസിൻ്റെ സൈഡിലേക്കാണ് വന്ന് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കാണുന്ന വരയില്ലേ, ഈ കാണുന്ന വരേൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ബോയ്സ് ജയിക്കും, ഇപ്പുറത്തേക്ക് പോയാൽ ഗേൾസ് ജയിക്കും. അങ്ങനെയാണുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഗേൾസിൻ്റെ സൈഡിലേക്കാണ് റിബണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ജയിച്ചിരിക്കുന്ന ടീം എന്ന് പറയുന്നത് ഗേൾസാണ്. എന്ന് വെച്ചാൽ ബോയ്സ് വലത്തോട്ട് കൊടുത്ത ഫോഴ്സിനേക്കാൾ കൂടുതൽ ഫോഴ്സ് ഗേൾസ് ഇടത്തോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഫോഴ്സ് F1 ആയിട്ട് വന്നിട്ടുണ്ട്. ഗേൾസ് കൊടുത്ത ഫോഴ്സിനെ F1 എന്നും ബോയ്സ് കൊടുത്ത ഫോഴ്സിനെ F2 എന്നാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ പറയാം, ഇവിടെ ജയിച്ചിരിക്കുന്ന ടീം ആരാന്ന് ചോദിച്ചാൽ അത് ഗേൾസിൻ്റെ ടീമാണ്. കാരണം F1 ആണ് ഇവിടെ F2വിനേക്കാളും വലുതായിട്ട് കിടക്കുന്നത്. ഇവരെന്താ പറയുന്നത്? ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്നാണ് ചോദിച്ചിട്ട്. ഇവിടെ ഈ റിബൺ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടല്ലോ, ഗേൾസിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പറയാം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സാണ്, ബാലൻസ്ഡ് അല്ല, അൺബാലൻസ്ഡ് ഫോഴ്സാണ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ്, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടാണ്. മിക്കവാറും ഇടയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, കഴിഞ്ഞ കൊല്ലമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫ്ലോ ചാർട്ടൊക്കെ കണ്ടാൽ വിടണ്ട, എടുത്തു വെച്ചേക്കാം. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. നോക്കുക, ഈ ചാർട്ടിൽ ഫോഴ്സിന് ഇൻറ്റേർണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും, അല്ലെങ്കിൽ ആദ്യം എക്സ്റ്റേണൽ ഫോഴ്സും ഇൻറ്റേർണൽ ഫോഴ്സുമായിട്ട് 2 കാറ്റഗറി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ട്, അതുപോലെ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ട്. വായിക്കാൻ പറ്റില്ല, ചുമ്മാ എഴുതിയ ദിവസം. ബാലൻസ്ഡ് ഫോഴ്സും ഉണ്ട്, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ട്. ഇനി ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിന് മുന്നേ ഇൻറ്റേർണൽ ഫോഴ്സ് പറയുന്നത് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഒന്നുകൂടെ നോക്കാം. ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സും ഇൻറ്റേർണൽ ഫോഴ്സും ഉണ്ട്. ഇൻറ്റേർണൽ ഫോഴ്സ്, എല്ലാ ഇൻറ്റേർണൽ ഫോഴ്സും ബാലൻസ്ഡ് ഫോഴ്സാണ്. എല്ലാ ഇൻറ്റേർണൽ ഫോഴ്സും ബാലൻസ്ഡ് ഫോഴ്സാണ്. ഈ ബാലൻസ്ഡ് ഫോഴ്സിനെ കൊണ്ട് റസ്റ്റിലുള്ള ബോഡീനെ നീക്കാനും പറ്റില്ല, മൂവ് ചെയ്യുന്ന ബോഡീനെ റസ്റ്റിലേക്ക് കൊണ്ടുവരാനും പറ്റില്ല, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ബോഡീൻ്റെ ഡയറക്ഷനോ അതിൻ്റെ സ്പീഡോ ഒന്നും ചേഞ്ച് ചെയ്യാനോ ബാലൻസ്ഡ് ഫോഴ്സിനെ കൊണ്ട് പറ്റില്ല. എന്ന് വെച്ചാൽ കാര്യമായ ഉപകാരമൊന്നുമില്ല. അപ്പോൾ ബാലൻസ്ഡ് ഫോഴ്സ് മേക്ക് നോ ചേഞ്ച് എന്ന് എഴുതിയാൽ മതി ഇവിടെ കേട്ടോ. അല്ലെങ്കിൽ
ഏകദേശം ഇതുപോലെ ഒരു വേർഡ്സിൽ ഇങ്ങനെ നീട്ടി എഴുതണം എന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഡസ് നോട്ട് ചേഞ്ചസ് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് ഇവിടെ എഴുതി വെക്കാം. ഇനി നേരെ ഇടത്തെ സൈഡിലേക്ക് വരാം. ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടല്ലോ. എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെ ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവും, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ടാവും. എക്സ്റ്റേണൽ ഫോഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സും അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സും. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ പുറത്തുനിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നത്. ഇനി അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണ്? ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അൺബാലൻസ്ഡ് ഫോഴ്സിനെ കൊണ്ട് ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ സ്റ്റേറ്റ് ഓഫ് മോഷനോ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിനെ കൊണ്ട് ആ പരിപാടി നടക്കില്ല. ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഡസ് നോട്ട് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് വേണം ഇവിടെ എഴുതാൻ. എന്ന് വെച്ചാൽ ഈ കള്ളിയിലും ഈ കള്ളിയിലും എഴുതേണ്ടത് സെയിം കാര്യം തന്നെയാണ്. അത് രണ്ടും ബാലൻസ്ഡ് അല്ലേ? ബാലൻസ്ഡ് ആകുമ്പോൾ ബാലൻസ്ഡ് ഫോഴ്സ് ആണ്, അത് ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്നൊന്നുമില്ല. ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ ആ ഫോഴ്സിനെ കൊണ്ട് നമുക്ക് ഇപ്പോൾ വലിയ ഉപകാരമൊന്നുമില്ല. ആ ഫോഴ്സിനെ കൊണ്ട്, ബാലൻസ്ഡ് ഫോഴ്സിനെ കൊണ്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പറ്റില്ല, അതിന് ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ല. അതുപോലെ റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാനും പറ്റില്ല. ഈ സാധനം പഠിച്ചു വെക്കണം. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. സിമ്പിളായിട്ട് മാർക്ക് കിട്ടുന്നതാണ്. അടുത്ത ഒരു ടേബിളാണ് വന്നിട്ടുള്ളത്. ടേബിൾ എന്ന് പറയുന്നത് ഇനേഷ്യ ഓഫ് റെസ്റ്റും ഇനേഷ്യ ഓഫ് മോഷനും കുറേ എക്സാമ്പിൾ കൊടുക്കുന്ന ടേബിളാണ്. ഇനേഷ്യ ഓഫ് റെസ്റ്റിന് അവർ എക്സാമ്പിൾ കൊടുത്താൽ എന്താ? നിർത്തിയിട്ടിരിക്കുന്ന ബസ് കയറി കുത്തിരണമായിട്ട് പെട്ടെന്ന് ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിലെ പാസഞ്ചേഴ്സ് പുറകിലേക്ക് മറിഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് ബേക്കോട്ട്, തലയൊന്ന് ബേക്കോട്ട് മറിഞ്ഞു പോകുന്നില്ലേ, കഴുത്തൊന്ന് ബേക്കോട്ടായി പോകുന്നത്. അതിൻ്റെ കാരണം ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കോയിൻസ്, ക്യാരം ബോർഡിലെ കോയിൻസ് അട്ടി ആയിട്ട് നിരത്തി വെച്ചിട്ട് സ്ട്രൈക്കർ വെച്ചിട്ട് ഏറ്റവും അടിയിലുള്ള കോയിന് മാത്രം ഭയങ്കര ഫോഴ്സിൽ നല്ല സ്പീഡിൽ അടിയത്തെ കോയിൻ മാത്രം തട്ടിക്കളഞ്ഞാൽ ബാക്കിയുള്ള ഈ കുറ്റിയില്ലേ, ഈ കുറ്റി നിര തെറ്റാതെ അങ്ങനെ തന്നെ വന്ന് നേരെ താഴേക്ക് വീഴും. അതിൻ്റെ കാരണം ഇനേഷ്യ ഓഫ് റെസ്റ്റാണ്. പിന്നെ വേറെ ഉണ്ടോ? ഒരു കപ്പോ ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു കല്യാണ കത്ത് പോലെയുള്ള എന്തെങ്കിലും ഒരു കാർഡ് വെക്കുക. ആ കാർഡിൻ്റെ മേലെ ഒരു കോയിനോ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൂടെ വെച്ചിട്ട് ഈ കാർഡ് പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ കല്ല് അല്ലെങ്കിൽ കോയിന് നേരെ ഗ്ലാസ്സിലേക്ക് വന്ന് വീഴും. അതിൻ്റെ കാരണവും ഇനേഷ്യ ഓഫ് റെസ്റ്റ് തന്നെയാണ്. ചില വീട്ടിലൊക്കെ അല്ലെങ്കിൽ ചില ഓഫീസിൽ എവിടെയെങ്കിലും ആട്ടെ ഫാന്, ഈ സീലിംഗ് ഫാന് അധികം നന്നായിട്ട് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെ കുറേ കാലമായിട്ടുള്ള സീലിംഗ് ഫാനാണെങ്കിൽ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ആ ഫാന് ഓണായി കറങ്ങാൻ വേണ്ടി തുടങ്ങില്ല, ഒന്ന് കുലുങ്ങുന്ന പോലെ, ഒന്ന് ബാക്കോട്ടേക്ക് കുലുങ്ങുന്ന പോലെ ഉണ്ടാവും. അതിൻ്റെ കാരണവും ഇനേഷ്യ ഓഫ് റെസ്റ്റ് തന്നെയാണ്. അങ്ങനെ കുറച്ചും കൂടെ എക്സാമ്പിൾ വരും. ഇനേഷ്യ ഓഫ് മോഷന് എക്സാമ്പിളായിട്ട് അവർ കൊടുത്തിട്ടുള്ള എ ബോൾ സെറ്റ് ഓൺ റോളിങ് ഓൺ എ ഹൊറിസോണ്ടൽ ഫ്ലോർ കീപ്സ് മൂവിങ് ഫോർവേഡ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലായിട്ടുള്ള നേരെയുള്ള ചെരിവും കാര്യമൊന്നുമില്ലാത്ത ഒരു ഫ്ലോർ, നിലത്ത് ചുമ്മാ ഒരു ബോൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ അത് ഉരുണ്ടുകൊണ്ടേയിരിക്കും, നിൽക്കില്ല, ഉരുണ്ടുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം ഇനേഷ്യ ഓഫ് മോഷനാണ്. പിന്നെയോ ഈ കാറിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറയുന്നില്ലേ, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ നമ്മൾ കാറിൽ പോകുമ്പോൾ കാറിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബോഡി മുന്നോട്ടാണല്ലോ പോവുക. ബോഡിക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ തന്നെയുള്ള ടെൻഡൻസി ഉണ്ടാവും. എങ്ങാനും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതിലിനങ്ങ് പോയി ഇടിച്ചു കഴിഞ്ഞാലും ബോഡി മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. എന്ന് വെച്ചാൽ നമ്മൾ മുന്നിൽ പോയിട്ട് കാറിൻ്റെ മുന്നിലുള്ള ഭാഗത്ത് പോയിട്ട് തലയടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി പറയുന്നത്. പിന്നെ നേരത്തെ നിർത്തിയിട്ട ബസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ടുണ്ട്, ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നേരെ മുന്നോട്ടേക്ക് ആഞ്ഞു പോകുന്നില്ലേ, അല്ലെങ്കിൽ മുന്നിലുള്ള സീറ്റിൻ്റെ ആ കൈപ്പിടി ആ ഭാഗത്തൊക്കെ പോയിട്ട് തലയൊക്കെ അടിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതും ഇനേഷ്യ ഓഫ് മോഷനാണ്. എനിക്ക് കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഫാന് പെട്ടെന്ന് നിങ്ങൾ സ്വിച്ച് പോയി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണവും ഇനേഷ്യ ഓഫ് മോഷൻ തന്നെയാണ്. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഇനി ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിലാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസും കുറേ ടേബിളും ഒക്കെ ഉണ്ട്. എല്ലാം ഒന്നിൽ ചെയ്യുന്നത് അത്ര ബുദ്ധിയായിരിക്കും തോന്നുന്നില്ല.
അതുകൊണ്ട് ഇവിടെ മുതൽ മുന്നോട്ടുള്ളത് നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.